ജമാലിനെങ്ങനെ ഈ തിരുനെൽവേലിക്കാരുമായുള്ള കണക്ഷൻ? അത് ഇന്നും ഇന്നലെ തുടങ്ങിയല്ലപ്പാ, വർഷം 10-15 അവരെങ്ങനെ രഹസ്യമായി തന്നെ വെക്കുവോ? സംശയം എന്താ? ഇക്കാലത്തിനിടയില് കച്ചവടം എത്ര നടത്തിയിരിക്കുന്നു? ഒരിക്കൽ പോലും ഒരു ന്യൂസും പുറത്തു പോയിട്ടില്ല. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടേ? ഒരു കച്ചവടം, ആരും അറിയാതെ രഹസ്യ കച്ചവടം. സഹായിക്കാമോ? സഹായിക്കാം, പക്ഷെ തിരിച്ചും ചോദിച്ചോട്ടെ, നിങ്ങളെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? എന്നെ വിശ്വസിക്കാം. ഞാൻ എന്റെ ഭാര്യയല്ലാതെ വേറെ ആരെയും വഞ്ചിച്ചിട്ടില്ലടോ. ഞാൻ ഏറ്റതാ, പറഞ്ഞതാ. എന്നാ ഞാനും ഏറ്റതാ. നിങ്ങൾ ഡീല് പറ. ഇവിടുന്ന് കൊണ്ടുവന്ന കുട്ടികളെ നിങ്ങൾ എന്ത് ചെയ്യും? അത് നിങ്ങൾ അറിഞ്ഞിട്ട് എന്താ കാര്യം? ഒന്നുമില്ല, എന്നാലും ഒരു കച്ചവടം ആവുമ്പോ കുട്ടികളെ പല സംസ്ഥാനങ്ങളിലേക്ക് മാറ്റി കയറ്റി അയക്കുക. ബീഹാറിലൊക്കെ തോട്ടങ്ങളിലേക്ക് കുട്ടികൾ ആവശ്യത്തിന് തികയാതിരിക്കുക. എന്നാൽ ഞാൻ ഇനി ഒരു ബിസിനസ് പറയാം. 6 വയസ്സായ ഒരു പെൺകുട്ടിയെ ഇവിടുന്ന് കയറ്റി അയക്കണം. പിന്നെ എവിടെ അന്വേഷിച്ചാലും പൊടി പോലും കാണരുത്. കൊണ്ടുവന്ന് തരുമോ അതോ ഞാൻ റിസ്ക് എടുക്കണോ? റിസ്ക് എടുക്കണം. കുട്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ തരാം. ഇവിടെ ഹോളി ഫാമിലിയിലാണ് പഠിക്കുന്നത്. സ്കൂളിലേക്ക് പോകുമ്പോഴോ തിരിച്ചു വരുമ്പോഴോ ഒക്കെ നല്ല അവസരമാണ്. ആരെ കുട്ടിയാ? അതൊക്കെ ഇത്തിരി വഴിവിട്ട ബന്ധമാ, നീ അറിയണ്ട. കാര്യം നടക്കുമെന്ന് പറ. കാര്യം നടക്കും, പക്ഷേ വലിയ പിടിപാടുള്ളവരുടെ കുട്ടിയാകരുത്. പിടിപാടൊന്നുമില്ല. കാണാതായ കഷ്ടി പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കും. അല്ലാതെ മോളിൽ നിന്ന് പ്രഷറൊന്നും ഉണ്ടാകുകയല്ല. നമ്മൾ കടത്തിക്കൊണ്ട് പോയാൽ പിന്നെ പ്രഷർ ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാ നീ കാറിലോട്ട് കയറ്. കുട്ടിയുടെ ഫോട്ടോയും ഡീറ്റെയിൽസും ഞാൻ തരാം. മോൻ എന്താ ഇവിടെ? അത് പിന്നെ എനിക്ക് സ്റ്റൗ റിപ്പയറിംഗാ പണി. അല്ല, സ്റ്റൗവിന് കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ലെങ്കിലും ഇടയ്ക്ക് ബേണർ അയച്ച് ക്ലീൻ ചെയ്യേണ്ടി വരും. ഗ്യാസ് തീരാറാകുമ്പോ ഫ്ലെയിം ആയിട്ട് കത്തുന്നില്ലേ, അത് അപകടമാ. ആണോ? എന്നാ മോൻ വാ. അതാ പറഞ്ഞേ. എന്താ ഉദ്ദേശം? ഒന്നുമില്ല, കാണണോന്ന് തോന്നി, സുഖാണോന്ന് അറിയണോന്ന് തോന്നി. കുഴപ്പമുണ്ടോ മോനെ? ചെറുതായിട്ട്. സ്റ്റൗ നന്നാക്കേണ്ട ആവശ്യമൊന്നും ഇവിടെ ഇല്ല. അതിനുവേണ്ടി ഇവിടെ വരരുത്. വന്നുപോയില്ലേ, ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റൗ ഒന്ന് കാണണമെന്ന് തോന്നി വന്നു. കുഴപ്പമൊന്നും ഇല്ലാതിരിക്കുകയാണെങ്കിൽ ഞാൻ നിൽക്കുന്നില്ല, പൊക്കോളാം. കുഴപ്പമൊന്നുമില്ല. ആവശ്യമില്ലാതെ ഇങ്ങനെ വീട്ടിലേക്കുള്ള വരവ് ഒഴിവാക്കണം. ഒഴിവാക്കാം. അമ്മേ, ഒരു തുണി എടുക്കാമോ? കയ്യൊന്ന് തുടയ്ക്കാമോ? ഞാൻ ശല്യം ചെയ്യാൻ വന്നതല്ല, ഇവിടെ സുഖാണോന്നറിയാൻ വന്നതാ. സുഖമാണ്, പക്ഷേ എന്നെക്കാൾ സുഖമായിട്ട് മാനസ ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എന്നെ കാണാൻ ഇനി വരരുത്. ആരാ പറഞ്ഞേ ഞാൻ നിന്നെ കാണാൻ വന്നതാന്ന്? ഞാൻ എന്റെ കുഞ്ഞിനെ കാണാൻ വന്നതാ. അതിന്റെ അച്ഛൻ ഞാനല്ലാന്ന് നീ ഒരു തവണയെങ്കിലും പറ, പിന്നെ ഞാൻ ഇങ്ങോട്ട് വരില്ല. അപ്പോ അങ്കിള് പറഞ്ഞത് ശരിയാവും. അംബിക കരയും, കരച്ചിലടങ്ങാതെ മരിക്കും, അല്ലെങ്കിൽ ഒരു ഭ്രാന്തിയെ പോലെ അലയും. അംബികയ്ക്കെതിരെ എന്ത് ചെയ്യാൻ പോവുക നിങ്ങൾ? ഒന്നുമില്ല ആന്റി. പിന്നെ അംബിക കരയും, ഭ്രാന്ത് പിടിച്ച് മരിക്കുമെന്നൊക്കെ പറഞ്ഞതോ? അത് പിന്നെ കേസ് ഒറ്റാലത്തെ കാര്യം അങ്ങോട്ട് പറഞ്ഞതാ. പെണ്ണെ, ഇയാളുടെ വാക്ക് കേട്ട് നീ എന്തിനെങ്കിലും ഇറങ്ങി പുറപ്പെട്ട നിന്റെ അവസാനമായിരിക്കും അത്. ഈ മനുഷ്യൻ നശിപ്പിച്ചിട്ടേ ഉള്ളൂ, ആരെയും നന്നാക്കിയിട്ടില്ല. രക്ഷിക്കാൻ പറ്റില്ല
പറ്റില്ലെന്ന് പറഞ്ഞത്? ഓ, കേസിന്റെ കാര്യം പറഞ്ഞാന്നേ. നല്ല വക്കീലിന്റെ കയ്യിൽ കേസ് കിട്ടിയാലേ ദൈവം നമ്പുരാൻ പോലും രക്ഷിക്കാൻ പറ്റുകയില്ലെന്ന്. ഞാൻ വിചാരിച്ച അംബികയുടെ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞതാണെന്ന്. എന്താ ആന്റി, എന്തു പറ്റി? ഗോപമോൾ ഇതുവരെ സ്കൂൾ വിട്ട് വന്നിട്ടില്ല. അയ്യോ, അതെന്ത് പറ്റി? അറിയില്ല, സ്കൂൾ ബസ്സിൽ കയറിയിട്ടില്ല. പാവം, അംബിക കരഞ്ഞോണ്ട് സ്കൂളിലേക്ക് പോയി. കുട്ടി ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് സംശയം നിങ്ങളെ. നീ എന്താ സാവിത്രി പറയുന്നേ? ഞങ്ങൾ എന്തിനാ? അതെനിക്കറിയില്ല. പക്ഷെ അംബിക കരഞ്ഞു കാണാനും ഭ്രാന്ത് പിടിച്ചു കാണാനും മരിച്ചു കാണാനും ആഗ്രഹിച്ചത് നിങ്ങളാ. എന്ന് വെച്ച് മോളെ തട്ടിക്കൊണ്ടുപോകാനോ? അങ്ങനെ ആരെങ്കിലും ചെയ്യോ ആന്റി? ചെയ്യും. എന്ത് ക്രൂരതയും ഈ മനുഷ്യൻ ചെയ്യും. പക്ഷെ ഈ കാര്യത്തിൽ എന്തെങ്കിലും മനസ്സറിവ് അരവിന്ദേട്ടനുണ്ടെങ്കിൽ. ഇല്ലെന്നേ, ഞാൻ നിരപരാധിയാ. ആയാ നല്ലത്. ഇല്ലെങ്കിലേ ഇന്നു മുതൽ നിങ്ങളുടെ ശത്രു ഞാനായിരിക്കും.